Question വായിക്കാം. The magnitude of the components of a force acting along x, y and z axis are minus 4.5 kilonewton, 5 kilonewton and minus 3 kilonewton respectively. Find the magnitude of the force and its inclination with x, y and z axis. ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു നോക്കാം. അതായത് പറയുന്നത് ഒരു ഫോഴ്സ് ഉണ്ട്, ആ ഫോഴ്സിൻ്റെ എക്സ്, വൈ ആൻഡ് ഇസഡ് ആക്സിസിലുള്ള കമ്പോണൻസ് ആണ് തന്നിരിക്കുന്നത്. 3 കമ്പോണൻസ് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പഠിച്ചായിരുന്നു. അതായത് നമ്മുടെ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് ഡയറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ. ഇതാണ് എഫ് എക്സ് ആണ് അല്ലേ. വൈ ഡയറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇസഡ് ഡയറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇസഡ് ആണ് അല്ലേ. ഈ 3 കമ്പോണൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഫോഴ്സസ് ഇൻ സ്പേസിൽ നമ്മൾ ഫസ്റ്റിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രൊഡക്ഷനിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാത്തവർ, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരും ആ വീഡിയോസ് കാണുക. കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റെപ്പറ്റീഷൻ പോലെ ആവത്തില്ലേ. അതുകൊണ്ട് ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ, ഇതറിയാത്തവരൊക്കെ ആ വീഡിയോസ് ഒന്ന് കാണുക. ഓക്കെ. ഇത് എഫ് എന്ന് പറഞ്ഞ ഫോഴ്സാണ്. അത് എക്സ് ആക്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ എക്സ് ആണ്. വൈ ആക്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ വൈ ആണ്. അത് ഇസഡ് ആക്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഇസഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ് എലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ഇക്വേഷൻ. എഫ് വൈ എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ്. നമ്മുടെ ഫോഴ്സിൻ്റെ വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ്. അങ്ങനെ 3 ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഗിവൻ ഡീറ്റെയിൽസ് നമുക്ക് എഴുതാം. കമ്പോണൻറ്റ് എലോങ് എക്സ് ഡയറക്ഷൻ, അതായത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചത് എഫ് എക്സ് ആണ്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? മൈനസ് 4.5 കിലോന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പോണൻറ്റ് എലോങ് വൈ ആക്സിസ്, അതായത് എഫ് വൈൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5 കിലോന്യൂട്ടൺ ആണ്. അതേപോലെ തന്നെ എഫ് ഇസഡിൻ്റെ വാല്യൂയും തന്നിട്ടുണ്ട്. എത്രയാണ്? മൈനസ് 3 കിലോന്യൂട്ടൺ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. നമുക്ക് എക്സിലും വൈയിലും ഇസഡിൻ്റെയും കമ്പോണൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് വെക്ടറിനെ എഴുതാം അല്ലേ. ഫോഴ്സ് വെക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് വെക്ടറിനെ എഴുതാം. നോക്കിക്കേ, എന്താണ് ഇക്വേഷൻ? എഫ് എക്സ് ഇൻറ്റു ഐ പ്ലസ് എഫ് വൈ ഇൻറ്റു ജെ പ്ലസ് എഫ് ഇസഡ് ഇൻറ്റു കെ ആണ്. അപ്പോൾ എഫ് എക്സ് നമുക്കറിയാം. എത്രയാണ്? മൈനസ് 4.5 ഐ പ്ലസ് അടുത്തത് എഫ് വൈ, അതായത് 5 ഇൻറ്റു ജെ, അടുത്തത് എഫ് ഇസഡ് എന്ന് പറഞ്ഞുകൊണ്ട് -3 ആണ്. അപ്പോൾ -3 ഇൻറ്റു കെ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോഴ്സ് വെക്ടർ നമ്മളിവിടെ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് ആണ്. അതായത് ഈ ഫോഴ്സ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. അതായത് ഈ കമ്പോണൻസിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കൂടെയുള്ള ഈ കമ്പോണൻസിൻ്റെ സ്ക്വയർ എടുക്കുക, സം ചെയ്യുക, സ്ക്വയർ റൂട്ട് എടുക്കുക. മനസ്സിലായല്ലോ? ഇതാണ് ഇക്വേഷൻ. അതായത് നോക്കി, സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് ചെയ്യുക? ഐയുടെ കമ്പോണൻറ്റ് എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, -4.5 സ്ക്വയർ പ്ലസ് അടുത്ത് ജെയുടെ കമ്പോണൻറ്റ് 5 ആണ്, അതിൻ്റെ സ്ക്വയർ പ്ലസ് കെയുടെ കൂടെയുള്ള വാല്യൂ എത്രയാണ്? -3, അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ്, ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതായത് 7.37 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഫോഴ്സ് വെക്ടർ ഇതാണ്. ആ ഫോഴ്സ് വെക്ടറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ എത്ര കിലോന്യൂട്ടൺ ആണ്, ഇപ്പോൾ 10 കിലോന്യൂട്ടൺ ആണോ അല്ലെങ്കിൽ 15 ആണോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല അല്ലേ. അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 7.37 കിലോന്യൂട്ടൺ ഉള്ള ഒരു ഫോഴ്സാണ് ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് ക്വസ്റ്റിൽ പറയുന്നത്? ആ ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ്, വൈ ആൻഡ് ഇസഡ് ആക്സിസ്. അതായത് ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ് എന്നുണ്ടെങ്കിൽ, അതായത് തീറ്റ എക്സിൻ്റെ വാല്യൂ വേണം, അതുപോലെ തന്നെ തീറ്റ വൈൻ്റെ വാല്യൂ വേണം. ഈ ഒരു ഫോഴ്സ് വൈ ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതായത് തീറ്റ വൈ ആണ്. അതുപോലെ തന്നെ ഈ ഫോഴ്സ്, ഇതാണ് നമ്മുടെ ഇസഡ് ആക്സിസ് ഉണ്ടെങ്കിൽ ഫോഴ്സ് ഇസഡ് ആക്സിസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതായത് തീറ്റ ഇസഡ് നമുക്ക് വേണം. അത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? അതിന് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് അല്ലേ. നോക്കിക്കേ, എക്സ് കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? എഫ് എക്സ് ഇസിക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് എഴുതാം. എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ എക്സ്. ഇതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഈ ഫോഴ്സിൻ്റെ എക്സ് ഡയറക്ഷനുള്ള കമ്പോണൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ തീറ്റ എക്സിനെ കണ്ടുപിടിക്കാമല്ലോ. തീറ്റ എക്സ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കോസ് തീറ്റ എക്സിനെ എങ്ങനെ എഴുതാം? കോസ് തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് എന്ന് എഴുതാം. അതിൽ എഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, -4.5 ആണ്, ഡിവൈഡഡ് ബൈ അടുത്തത് എഫ്, അതായത് എന്താണ്? ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, 7.37.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ എക്സിനെ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ് തീറ്റ എക്സ് എന്ന് പറയുന്നത്? കോസ് ഇൻവേഴ്സ് മൈനസ് 4.5 ഡിവൈഡഡ് ബൈ 7.37 ചെയ്യുക. അപ്പോൾ നമുക്ക് തീറ്റ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 127.63 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തീറ്റ എക്സ് കണ്ടുപിടിച്ചു. ഇതേപോലെ തന്നെ നമുക്ക് തീറ്റ വൈ എഴുതാമല്ലോ. നോക്കിക്കേ, എങ്ങനെ എഴുതാം? എഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു കോസ് തീറ്റ വൈ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ വൈനെ എഴുതാമല്ലോ അല്ലേ. കോസ് തീറ്റ വൈ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ എഴുതാം. എഫ് വൈ ഡിവൈഡഡ് ബൈ എഫ് ആണ്. എഫ് വൈ നമുക്ക് അറിയാം 5 ആണ്, ഡിവൈഡഡ് ബൈ എഫ് എന്ന് പറയുന്നത് 7.37 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ വൈൻ്റെ ആൻസർ കിട്ടുന്നത് തീറ്റ വൈ ഇസ് ഈക്വൽ ടു 47.28 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? തീറ്റ ഇസഡിൻ്റെ ഇക്വേഷൻ എഴുതാം അല്ലേ. കോസ് തീറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു എഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ -3 ആണ്, ഡിവൈഡഡ് ബൈ എഫിൻ്റെ വാല്യൂ 7.37 ആണ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് തീറ്റ ഇസഡിൻ്റെ ആൻസർ കിട്ടുന്നത് 114.02 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മുടെ ഫോഴ്സ് എക്സ് ആക്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഇതാണ്, വൈ ആക്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഇതാണ്, ഇസഡ് ആക്സുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഇതാണ്. നിങ്ങൾ ഇതിൻ്റെ കൺസെപ്റ്റ്സ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാനായിട്ട് പറ്റും.